നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഐഎസ്എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ആരാധകർക്ക് വലിയ നിരാശ സമ്പാദിക്കുന്നുണ്ട്. ഇത്തവണയും കപ്പില്ല. പ്ലേ ഓഫിൽ എക്സ്ട്രാ ടൈമിലാണ് ബ്ലാസ്റ്റേഴ്സ് വീണുപോയത്. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നൊരു സീസണാണിത് ബ്ലാസ്റ്റേഴ്സിന്. അത്രയധികം പരിക്കുകൾ ബ്ലാസ്റ്റേഴ്സിനെ വലച്ചു. പിന്നെ സസ്പെൻഷനും മറ്റുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ടും പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രയധികം പരിക്കുകൾ വേട്ടയാടിയിട്ടുണ്ട്. ഇവാൻ വുക്കുമനോവിച്ച് കളിക്ക് ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ സമ്മതിക്കുകയാണ്, പേഴ്സണലി ഇത്രയധികം ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ എൻ്റെ ലൈഫിൽ, അതായത് കോച്ച് എന്ന രൂപത്തിലുള്ള എൻ്റെ കോച്ചിങ് ലൈഫിൽ ഒരിക്കൽ പോലും ഇത്രയധികം ഹാർഡസ്റ്റ് ആയിട്ടുള്ള സീസൺ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ഇവാൻ പറയുമ്പോൾ അദ്ദേഹം കടന്നുപോയ വഴികളൊന്ന് നോക്കുക. ഒരു ടീമിനെ മികച്ച രൂപത്തിൽ ബിൽഡ് ചെയ്തു എന്ന് വിശ്വസിച്ച് കളി ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആദ്യത്തെ 4 കളികളിൽ പുറത്താണ്. അതിനുശേഷം അദ്ദേഹം വരുന്നു. ടീം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പരിക്കുകൾ പറ്റി ഇങ്ങനെ വല്ലാത്ത അവസ്ഥ. താരങ്ങളെ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു. ഓരോ മത്സരത്തിനും പ്ലേയിങ് 11 ഇറക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ കളിയിലെ 11 ഒരുപാട് വ്യത്യാസം വരുത്തേണ്ടി വരുന്നു. അങ്ങനെ പരിക്കും വിലക്കും ഒക്കെ വല്ലാതെ വലച്ചു. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ എൻ്റെ കോച്ചിങ് കരിയറിൽ ഉണ്ടായിട്ടില്ല എന്ന്. കൂടാതെ അദ്ദേഹം പറയുന്നു, ഈ മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു മത്സരം തന്നെയാണ് നമ്മൾ ഇവിടെ കാഴ്ചവെച്ചത്. ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കുറച്ചുകൂടി ക്ലിനിക്കൽ ആവേണ്ടതുണ്ടായിരുന്നു. ചില മൊമെന്റുകളിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് പീരീഡിൽ തന്നെ കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയുമായിരുന്നു എന്ന് ഇവാൻ വുക്കുമനോവിച്ച് തീർച്ചയായിട്ടും ദിമിയെ മിസ് ചെയ്യുന്നു എന്നുള്ളതും അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.